ഹലോ. കർക്കിടക മാസത്തിലെ ദശപുഷ്പ പ്രാധാന്യത്തിൽ ഏഴെണ്ണത്തിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? ഇനി അടുത്തതായി ഉഴിഞ്ഞ. ഇതിന് ഇന്ദ്രവല്ലി എന്നൊരു പേരുണ്ട്. ഇതിന്റെ ദേവത ഇന്ദ്രാണിയാണത്രേ. ഇതിന്റെ പൂവ് ചൂടിയാൽ ആഗ്രഹ സാഫല്യം എന്നാണ് വിശ്വാസം. ഇനി അടുത്തത് ചെറുള. ഇതിന്റെ ദേവൻ യമധർമ്മനാണത്രേ. ബലികർമ്മങ്ങളിലൊക്കെ ചെറുള ഉപയോഗിക്കാറുണ്ട്. ദീർഘായുസാണത്രേ ചെറുള ചൂടിയാലുള്ള ഫലം എന്നാണ് വിശ്വാസം. ഇനി അവസാനമായി മുയൽച്ചെവി. കാമദേവനാണത്രേ ഇതിൻ്റെ ദേവൻ. ഇത് ചൂടിയാലുള്ള ഫലം ആയുരാരോഗ്യ സൗഖ്യവും സൗന്ദര്യവുമാണെന്നാണ് വിശ്വാസം. എല്ലാ ദശപുഷ്പത്തിനും ഔഷധ ഗുണമുണ്ട്. കർക്കിടക കഞ്ഞിയിലൊക്കെ ഔഷധക്കൂട്ടിൻ്റെ കൂടെ ദശപുഷ്പം ചേർക്കാറുണ്ട്. അതിനു പുറമെ കൊടകപ്പാലയുടെ ഇലയും ദശപുഷ്പവും അരച്ച് മോരിൽ കലക്കി കുരുമുളകും ഉപ്പും ചേർത്തിട്ട് സേവിക്കാറുണ്ടായിരുന്നു അത്രേ. ഇതിൻ്റെ പേരാണ് മുക്കിടി. ഈ പേരെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ആരോഗ്യത്തിന് വേണ്ടിയായിരുന്നു മുക്കുടി കുടിച്ചിരുന്നത്. അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ആചാരത്തിലൂടെ ആരോഗ്യം നിലനിർത്തിയിരുന്നത്. അങ്ങനെ ഈ ആചാരങ്ങളൊക്കെ നമുക്ക് വരും തലമുറകൾക്കും കൂടി ഒന്ന് പകർന്നു കൊടുക്കാം അല്ലേ? അതുകൊണ്ട് എല്ലാവരും ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.